പ്രവാസികൾ വ്യക്തമായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഇല്ലാതെ കടക്കണിയിൽ ചാടാറുണ്ടല്ലേ. എന്നാൽ വ്യക്തമായ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടെങ്കിലോ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാനും പറ്റും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസർ ടൈറ്റസ് ജോൺസൺ നമ്മുടെ കൂടെ ഉണ്ട്. ഹായ് സർ. ഹായ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്? ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ്സ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളുടെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ്, പെൻഷൻ, അതുപോലെ നമുക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്കൊരു വീട് വാങ്ങിക്കണം, അങ്ങനെയൊക്കെയുള്ള പ്ലാൻസ് ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. എനിക്ക് മന്ത്ലി സാലറി കിട്ടി തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലാ കാര്യങ്ങൾക്കും ഓരോ ബഡ്ജറ്റ് ഇങ്ങനെ മാറ്റി വയ്ക്കും. ഇന്ന കാര്യം ഇത് ചെയ്യണം, ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ സേവിങ്സ് മാത്രം ഉണ്ടാവാറില്ല. സോ എന്താണ് ശരിക്കും ഈ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്? ബേസിക്കലി ഇപ്പോൾ നമുക്കെല്ലാവർക്കും മാസം ഒരു ഇൻകം കിട്ടുന്നുണ്ടല്ലോ. ആ ഇൻകത്തിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ബേസിക് നീഡ്സ് ഉണ്ട്, അതിന് വേണ്ടി നമ്മൾ പൈസ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പൈസ ചിലവാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ നമ്മൾ സേവിങ് മസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ എലിസബത്ത് വാറൻ എന്നൊരു ലേഡി അവരൊരു ഫോർമുല ഉണ്ടാക്കിയിട്ടുണ്ട്. 50-30-20 എന്നാണ് ആ ഫോർമുലയ്ക്ക് പറയുന്നത്. അതായത് നമ്മുടെ ബേസിക് ലിവിങ് എക്സ്പെൻസസ്, നമ്മുടെ ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഏകദേശം ഒരു 50% വരെ നമുക്ക് ചിലവാക്കാം. ബാക്കി നമ്മുടെ ഒരു 30% ഏകദേശം നമ്മുടെ എൻ്റർടൈൻമെൻറ്റുകൾക്കൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. മിനിമം ഒരു 20% നമ്മൾ സേവിങ് ചെയ്യണമെന്നാണ് ആ ഒരു ഫോർമുല പ്രകാരം പറയുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് നമ്മുടെ ബജറ്റിൽ നമ്മൾ സേവിങ്ങിന് വേണ്ടി ഒരു പ്രൊവിഷൻ കണ്ടെത്തിയിരിക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇവിടെ പ്രവാസികളായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമില്ലല്ലോ. ശരിക്കും എത്ര പ്ലാൻ ചെയ്താലും ചില സമയത്ത് വല്ല ഹോസ്പിറ്റൽ കേസൊക്കെ വരുന്ന സമയത്ത് എത്ര പ്ലാനിങ് ഉണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ ആ സമയത്ത് പൈസ എടുക്കാൻ ഉണ്ടാവാറില്ല. സോ ഈ എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് എമർജൻസി ഫണ്ട്? അതെങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുക ആ സമയത്ത്? നമുക്കെല്ലാവർക്കും ഒരു ഇൻകം കിട്ടുന്നുണ്ട് ഓരോ മാസം. അതിൽ നിന്ന് കുറച്ച് പണം നമ്മുടെ എമർജൻസീസ്, ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു, അതല്ല നമുക്ക് ജോലിയിലൊരു പ്രശ്നം വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അക്സസ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ഒരു പണമത്താണ് നമ്മൾ എമർജൻസി ഫണ്ട് എന്ന് വിളിക്കുന്നത്. അതിനൊരു ഫോർമുലയുണ്ട്, അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ് ഉണ്ട്. മിനിമം 3 മാസത്തെ നമ്മുടെ ഇൻകത്തിന് ഈക്വലൻ്റ് എമൗണ്ട് നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം എമർജൻസി ഫണ്ടായിട്ട്. മാക്സിമം ഒരു 6 മാസത്തെ ഇൻകത്തിൻ്റെ എമൗണ്ട്. 3 മാസത്തിൽ കുറഞ്ഞാൽ തീരെ കുറഞ്ഞു പോകുന്ന എമൗണ്ട്. 6 മാസത്തിൽ കൂടുതലുള്ള എമൗണ്ട് നമ്മൾ വെറുതെ ലിക്വിഡായിട്ട് കീപ്പ് ചെയ്താൽ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു റിട്ടേണുള്ള പൊട്ടൻഷ്യൽ നഷ്ടപ്പെടുന്നു. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ കുടുംബമായിട്ട് പ്രവാസികളായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പല രാജ്യങ്ങളിലും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, ഫോർ എക്സാമ്പിൾ ഡെത്ത് ഒക്കെ സംഭവിച്ചു പോയാൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളുടെ സ്പൗസിന് ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം. ഒരുപക്ഷെ നിങ്ങളുടെ സ്പൗസ് വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിനകത്തുകൂടെ ഈ എമർജൻസി ഫണ്ടിൻ്റെ ഒരു പകുതി എമൗണ്ടെങ്കിലും കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തെ നേരിടേണ്ടി വന്നാലും നമുക്ക് കുറച്ച് ഫണ്ട് അക്സസബിൾ ആയിട്ടുണ്ടാവും. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത്. പക്ഷെ ഞാൻ സേവ് ചെയ്യാറാണ് പതിവ്. ശരിക്കും സേവ് ചെയ്യുന്നതാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ നല്ലത്? നമുക്ക് രണ്ടും ആവശ്യമാണ്. സേവിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് കുറച്ച് ഫണ്ട് നമ്മുടെ ഷോർട്ട് ടൈം നീഡ്സിനൊക്കെ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മേ ബി 1 വർഷത്തിനുള്ളിൽ വരാവുന്ന എക്സ്പെൻസസ്, അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിൽ വരാവുന്ന എക്സ്പെൻസസിനൊക്കെ വേണ്ടി നമ്മൾ കീപ്പ് ചെയ്യുന്ന ഫണ്ടിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ലോങ് ടൈം നീഡ്സ്, ഫോർ എക്സാമ്പിൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ പെൻഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഭവനം വാങ്ങിക്കാൻ വേണ്ടിയൊക്കെ വേണ്ടി സേവ് ചെയ്യുന്നതിനാണ്. അപ്പോൾ അതിന് നല്ല റിട്ടേൺ ലഭിക്കത്തക്ക രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുക. ഫോർ ഡിഫറെൻറ്റ് അസറ്റ് ക്ലാസ്സസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സ്റ്റോക്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്, ബാങ്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഡ് ഉണ്ട്. അങ്ങനെ പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്, പല അസറ്റ് ക്ലാസ് ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, പ്രോപ്പർട്ടീസ്, അങ്ങനെയുള്ള അസറ്റ്സിലേക്കൊക്കെ നമ്മൾ ഫണ്ട് ഇടുന്നതിനാണ് ബേസിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ്സ് പറയുന്നത്. അതൊരു ലോങ് ടേമിന് വേണ്ടിയാണ്. ശരിക്കും നമുക്ക് കുറച്ച് നാളുകൾക്ക് ശേഷം നല്ല ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാരൻസിനെ, നമ്മുടെ മക്കളെയൊക്കെ സേഫ് ആക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയല്ലേ നല്ലത്? തീർച്ചയായിട്ടും. ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണത്? മോനിഷ പ്രവാസിയായിട്ട് ഇപ്പോൾ എത്ര വർഷമായി?
ഒരു 3 വർഷം കഴിഞ്ഞു, 4 വർഷമാവാനായി. ഓക്കെ. അപ്പോൾ ആ ആ വന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലൊക്കെ ഒക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ നമ്മൾ ചിലവാകുന്ന സെയിം എമൗണ്ട് ആണോ ഇപ്പോൾ ചിലവാകുന്നത്? ഒരിക്കലും അല്ല, ഇവിടെയല്ല നാട്ടിലും അല്ല. ഓക്കെ. ഇതേ അവസ്ഥയാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ പ്രവാസിയായിട്ട് 17 വർഷങ്ങളായി. അപ്പോൾ അന്ന് നമുക്ക് ഒരു അന്ന് വരുന്ന ചിലവിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും ഇപ്പോൾ വരുന്നു എന്നാണ് എനിക്ക് ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ. അപ്പോൾ അതാണ് നമ്മുടെ പണത്തിൻ്റെ വാല്യൂ കുറയുന്നതിനെയാണ് ബേസിക്കലി ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലുള്ള പണം ചിലപ്പോൾ സെയിം ആയിരിക്കും, പക്ഷേ അതിൻ്റെ റിയൽ വാല്യൂ ഓഫ് മണി കുറഞ്ഞു വരികയാണ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഇപ്പോൾ 1 ലക്ഷം ഏത് കറൻസി ആയിക്കോട്ടെ 1 ലക്ഷം നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ കിടപ്പുണ്ട്. പക്ഷേ ആ വർഷത്തെ പണപ്പെരുപ്പം 7% ആണെങ്കിൽ നമ്മുടെ റിയൽ വാല്യൂ ഓഫ് മണി 93,000 ഉള്ളൂ. കാരണം നമ്മൾ കാണുമ്പോൾ 1 ലക്ഷം അവിടെ ഉണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് കഴിഞ്ഞ വർഷം വാങ്ങിച്ച അത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ നമുക്ക് പറ്റില്ല. 93,000 സാധനങ്ങളെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ഈ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ബീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണം ബേസിക്കലി ചെയ്യാൻ. കാരണം നമ്മൾ ചിലപ്പോൾ ബാങ്കിൽ FD ഇട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ കുറഞ്ഞ റേറ്റ് ഓഫ് റിട്ടേണേ കിട്ടുകയുള്ളൂ. അപ്പോൾ ശരിക്കും അപ്പോഴും നമ്മുടെ റിയൽ വാല്യൂ കുറയുകയാണ്. അപ്പോൾ ശരിക്കും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിയൽ അസറ്റ്സിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടീസ് അങ്ങനത്തെയൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്താൽ ഗോൾഡും ശരിക്കും ഇൻഫ്ലേഷനെ മാച്ച് ചെയ്യുമെങ്കിലും ചെയ്യും. പൊതുവേ ലോങ് ടൈമിൽ ബീറ്റ് ചെയ്തില്ലെങ്കിൽ മാച്ചെങ്കിലും ചെയ്യും. പക്ഷേ നമ്മൾ ബാങ്ക് FD പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ പൊതുവേ ഇൻഫ്ലേഷനേക്കാൾ കുറവായിരിക്കും അതിന് റിട്ടേൺ വരിക. അപ്പോൾ നമ്മുടെ റിയൽ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ 1 ലക്ഷം ഇട്ടിട്ട് 1,05,000 ആയാൽ നമ്മൾ ഹാപ്പി ആവും. പക്ഷേ അപ്പോഴും നമ്മുടെ വാല്യൂ ഒരു 2,000 കുറവായിരിക്കും നമുക്ക് റിയലി കിട്ടുക. എന്താണ് കോമ്പൗണ്ടിങ്? കോമ്പൗണ്ടിങ് എന്ന് പറയുകയാണെങ്കിൽ സിമ്പിളായിട്ട് മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതിനെ കൂട്ടുപലിശ എന്നും വിളിക്കാം. ഇപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സിന് മുകളിൽ നമ്മൾ ഏൺ ചെയ്യുന്ന നമ്മളൊരു സർട്ടൺ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. അത് ഒരു വർഷം 1 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. 10% അതിൻ്റെ റിട്ടേൺ എങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ 1,10,000 ആവും. അതിനെ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ വിഡ്രോ ചെയ്യാതെ അതുകൂടെ റീഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 10% റിട്ടേൺ കിട്ടിയാൽ 1 ലക്ഷത്തിന് മാത്രമല്ല ആ 10,000-ൻ്റെ 10% കൂടെ നമുക്ക് കിട്ടും. 1,21,000 ആവും. പിന്നെ ഒരു വർഷം കൂടെ ഇൻവെസ്റ്റ് ചെയ്താൽ 1,32,000 ആവും. അങ്ങനെ നമുക്ക് നമ്മുടെ പലിശയുടെ മുകളിൽ പലിശ അല്ലെങ്കിൽ ഇത് ഫിക്സഡ് ഡെപ്പോസിറ്റിൽ മാത്രമല്ല മ്യൂച്വൽ ഫണ്ട്സോ അങ്ങനത്തെ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സിലും ഇത് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് കിട്ടുന്ന റിട്ടേണിന് മുകളിലുള്ള റിട്ടേൺ അതുകൂടെ ചേർത്തുള്ളതിനാണ് നമ്മൾ ഈ കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. ഇതിനെ ആൽബർട്ട് ഐൻസ്റ്റീൻ 8th വണ്ടർ ഓഫ് ദ വേൾഡ് എന്നാണ് വിളിച്ചത്. അങ്ങനെ അത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കാരണം നമ്മൾ വർക്ക് ചെയ്ത് നമ്മൾ ഇൻകം ഉണ്ടാക്കുന്നു. അതിനേക്കാളിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മണി നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കോമ്പൗണ്ടിങ്ങിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും നല്ല വെൽത്തി ആവാൻ പറ്റുന്നത് ലോങ് ടൈമിൽ. നമ്മൾ വീടും കാറും ഒക്കെ വിൽക്കുമ്പോൾ ഈ ഡിപ്രിസിയേഷൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് കറൻസി ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്? ബേസിക്കലി നമ്മുടെ എമർജിങ് മാർക്കറ്റ് കറൻസികളെല്ലാം അത് ഇൻക്ലൂഡിങ് ഇന്ത്യ അതുപോലുള്ള രാജ്യങ്ങളുടെയൊക്കെ കറൻസീസ് ഡോളറിനെതിരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് കുറേ വർഷങ്ങളായിട്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ നോക്കുമ്പോൾ 1981 $1 എന്ന് വെച്ചാൽ ഏകദേശം 8.96 രൂപ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ഓൾമോസ്റ്റ് $1 83-84 റുപ്പീസിന് അടുത്തതാണ് ഇപ്പോഴത്തെ റേറ്റ് നിൽക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു ആവറേജ് കറൻസി ഡിപ്രിസിയേഷൻ രൂപയുടെ ഡിപ്രിസിയേഷൻ ഏകദേശം 6.25% വെച്ചാണ് നമ്മൾ 1981 തൊട്ടുള്ള ഹിസ്റ്ററി ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് നമ്മൾ നാട്ടിൽ ഒരു രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഏകദേശം നമുക്ക് നാട്ടിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താൽ അതിന് 6% പ്ലസ് ഡിപ്രിസിയേഷൻ കഴിഞ്ഞിട്ടുള്ള റിട്ടേണാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ 5% റിട്ടേണുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവാണ് നമ്മുടെ റിട്ടേൺ വരുന്നത്. 10% ഉള്ളതാണെങ്കിൽ ഏകദേശം ഒരു 4%-നടുത്ത് നമ്മുടെ റിയൽ റിട്ടേൺ വരുന്നുള്ളൂ. പ്രവാസികൾക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മിക്ക മിഡിൽ ഈസ്റ്റേൺ കൺട്രികളിലും ഡോളറും ദിറവും കൂടെ ഉള്ള റേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ പെഗ്ഗിങ് എന്ന് പറയും. ഡോളറെ പെഗ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് ഓയിൽ ട്രേഡൊക്കെ ഉള്ളതുകൊണ്ടാണ്. റേറ്റ്സ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പം നമ്മളും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് മിക്ക രാജ്യങ്ങളിലും. കാരണം ഡോളർ അപ്രിഷ്യേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ കറൻസീസ് മിഡിൽ ഈസ്റ്റേൺ കറൻസീസും പൊതുവേ ആ വാല്യൂ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്
നമ്മൾ ഡോളറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബേസ്ഡ് ഓൺ നമ്മുടെ കറൻസി ഡിപ്രിസിയേഷൻ നോക്കുമ്പോൾ. ഇതുവരെ ഉള്ളത് മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ 2014 മുതൽ 24 വരെ 57% രൂപ ഡോളറിനെതിരെ ഇടിഞ്ഞത്. പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാവില്ല, ഡോളർ ഇടിഞ്ഞു, രൂപ ഇടിഞ്ഞു, രൂപയുടെ മൂല്യം കുറഞ്ഞു എന്നൊക്കെ വായിച്ചിട്ടില്ലേ. മൂല്യശോഷണം എന്നതിനെ പറയും മലയാളത്തിൽ പറയുമ്പോൾ. അപ്പോൾ ഇനി ഗ്ലോബലായിട്ടുള്ള അസറ്റ് മാനേജേഴ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇനിയും ഡോളറിൻ്റെ വാല്യൂ കൂടുകയും റുപ്പി ഇടിയുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ ഒരു ഡോളർ 83-84 നിൽക്കുന്നത് ഭാവിയിൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 100 ആവാൻ സാധ്യതയുണ്ടെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ കാര്യങ്ങൾ തുടരുകയാണെങ്കിൽ ഇൻ്റർനാഷണലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് പ്രവാസികളായ നമ്മൾക്ക് നല്ലത്. നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നാട്ടിൽ മാത്രമാണ് എല്ലാവരും ചെയ്യുന്നതെങ്കിൽ കുറച്ചെങ്കിലും ഇൻ്റർനാഷണലിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ്സും നമ്മൾ ഇൻ്റർനാഷണലി നമ്മളായിരിക്കുന്ന രാജ്യങ്ങളിൽ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻ്റർനാഷണലായിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഈവൻ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഇപ്പോൾ നമ്മളായിരിക്കുന്ന രാജ്യത്ത് ഏകദേശം 4%, 5% ഫിക്സഡ് ഡെപ്പോസിറ്റ് റിട്ടേൺ കൊടുക്കുന്ന ബാങ്ക്സ് ഉണ്ട്. അത് മേ ബി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് നാളിന് ശേഷം അത് കുറയാൻ സാധ്യതയുണ്ട്. നിലവിൽ കൊടുക്കുന്നുണ്ട്. നാട്ടിൽ FD ഇട്ടാൽ ഏകദേശം 7% കിട്ടുന്നത്. അപ്പം നമ്മൾ കറൻസി ഡിപ്രിസിയേഷൻ വെച്ച് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ വെച്ച് നോക്കുമ്പോഴും ഒക്കെ നമുക്ക് ബെറ്റർ നമ്മൾ ഈ ആയിരിക്കുന്ന മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ഫണ്ട് കീപ്പ് ചെയ്യുന്നതാണ്. FD ആണെങ്കിൽ FD, അതേപോലെ തന്നെ നമ്മളൊരു മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ US മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടെ. ഇത് എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്, ബേസ്ഡ് ഓൺ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങാണ് ഞാൻ പറയുന്നത്. നാട്ടിലാണെങ്കിൽ നമുക്ക് ഈ കറൻസിയുടെ ഡിപ്രിസിയേഷൻ കൂടാതെ ഇപ്പോൾ ഇങ്ങനത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിനെല്ലാം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉണ്ട്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഫണ്ട് എടുത്താലും നമുക്ക് ടാക്സ് കൊടുക്കണം, അതുപോലെ കുറച്ച് നാൾക്ക് ശേഷം എടുത്താലും നമുക്ക് ടാക്സ് കൊടുക്കണമെന്നാണ് പുതിയ നിയമപ്രകാരം. അപ്പോൾ അതൊക്കെ കൊണ്ട് ബേസിക്കലി നമ്മൾ ഇൻ്റർനാഷണലായിട്ട് സേവ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കിട്ടുന്ന പൈസയൊക്കെ വേഗം നാട്ടിലേക്ക് അയക്കാതെ നമ്മൾ ഇവിടെ തന്നെ സേവ് ചെയ്യുന്നതാണ് ബെറ്റർ ഓപ്ഷൻ. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പണ്ട് തൊട്ടേ ഉള്ളൊരു ശീലമാണ്. ഇതിനെപ്പറ്റി ഞാൻ എൻ്റെ കരിയറിൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഇതിനെപ്പറ്റി എത്രത്തോളം ബോധമില്ലാതെ ഞാനും ശമ്പളം കിട്ടുന്ന ഉടനെ നാട്ടിലേക്ക് അയക്കുമായിരുന്നു. പിന്നെ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയപ്പോഴാണ് ശരിക്കും ഞാനും അതുപോലെ ഞാനും എൻ്റെ സ്വന്തം ഇൻവെസ്റ്റ്മെൻറ്റ്സും അതുപോലെ നമ്മുടെ ക്ലയൻസിനും അതേ രീതിയിൽ അഡ്വൈസ് നമ്മൾ കൊടുക്കുന്നത്. പലപ്പോഴും നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സേവ് ചെയ്യുക. എനിക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സേവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ് ശരിക്കും? നമ്മളൊന്ന് നോക്കിയാൽ മതി. നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടി പല സാക്രിഫൈസസ് ചെയ്ത് അവരുടെ ഇല്ലായ്മയിലോ അല്ലെങ്കിൽ ഉള്ളപ്പോഴായാലും അവർ നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ലെവലിലായിരിക്കുന്നത്. അവർ നമുക്ക് വേണ്ടി പല കാര്യങ്ങൾ മാറ്റിവെച്ചു, അത് അവർ നമുക്ക് വേണ്ടി സേവ് ചെയ്തു. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്കും ഏറ്റവും നല്ല ഒരു കരിയർ നമ്മൾ കൊടുക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എസ്പെഷ്യലി പ്രൊഫഷണൽ ഡിഗ്രികൾക്കൊക്കെ കുട്ടികൾ പോകുമ്പോൾ വലിയൊരു ഭീമമായ തുക നമുക്ക് ആവശ്യമായി വരും. ക്യാപിറ്റേഷൻ ഫീസായിട്ടോ അല്ലെങ്കിൽ ഫീസും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ആ സമയത്ത് ഫണ്ട് ജനറേറ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ പ്രാക്ടിക്കലി ഈസി ആയിരിക്കില്ല. ഏതാ നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഫണ്ട് എടുത്ത് യൂസ് ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ ഫണ്ട് ഇല്ല എങ്കിൽ നമ്മൾ ലോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ കുട്ടികളോട് നോ പറയേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഒരു കുട്ടിക്ക് നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിന് പോകണമെന്ന് വളരെ ആഗ്രഹമുണ്ട്, അവർക്ക് അതിന് ടാലൻ്റ് ഉണ്ട്, അതാണ് അവരുടെ ഫ്യൂച്ചർ എന്ന് അവർ കരുതുന്നു. നമുക്കതിനെ വിടാൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് വലിയൊരു ദുഃഖമാവും. അവർക്കും നമ്മൾ കാരണം അവർക്ക് കരിയർ എത്തേണ്ടടുത്ത് എത്താൻ സാധിച്ചില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ ഏറ്റവും പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാകുന്ന സമയം തൊട്ടേ അവർക്ക് വേണ്ടി ചെറിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതാണ്. അല്ലെങ്കിൽ എപ്പോഴാണോ പറ്റുന്നത് എത്രയും നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ഡിലേ ആവും തോറും നമുക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ അതിന് പറയാൻ പറ്റുന്നത്. ഒന്ന് വെച്ചാൽ നിങ്ങൾ കുട്ടികൾ ചെറുതായിരിക്കും തൊട്ടേ അവർക്ക് വേണ്ടി സേവ് ചെയ്യുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇൻട്രസ്റ്റോ പ്രോഫിറ്റോ അതിന് ലഭിക്കും നിങ്ങൾ കുട്ടികൾ ഹയർ എഡ്യൂക്കേഷൻ പോകുന്ന സമയത്തേക്ക്. അതല്ല നിങ്ങളൊന്നും സേവ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലോൺ എടുത്തിട്ട് അതിന് ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഏത് ഓപ്ഷനാണ് വേണ്ടത്? ഫസ്റ്റ് ഓപ്ഷനാണ് വേണ്ടതെങ്കിൽ ഇന്ന് തന്നെ എന്നെ വിളിക്കുക. അപ്പോൾ അതുകൂടാതെ മറ്റൊരു കാര്യമുള്ളത്, ഈ നമ്മുടെ പ്രവാസികളുടെയൊക്കെ കേസിൽ അവരുടെ കുടുംബം കൂടെ ഉണ്ടെങ്കിൽ മക്കളൊക്കെ കൂടുതൽ കേസിലും കാണാൻ സാധിക്കുന്നത് അവരായിരിക്കുന്ന രാജ്യത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കാനാണ് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. നാട്ടിലേക്ക് പോയി പഠിക്കാൻ അധികം ആൾക്കാർ താല്പര്യപ്പെടുന്നില്ല. ഈവൻ നാട്ടിൽ പോയി പഠിക്കേണ്ട സാഹചര്യത്തിൽ പോലും പല യൂണിവേഴ്സിറ്റീസൊക്കെ
NRI കോട്ടയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡോളറിലാണ് ഫീസ് ചാർജ് ചെയ്യുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോളറിൽ സേവ് ചെയ്യുന്നതാണ് നല്ലത്. ഏത് രീതിയിൽ നോക്കുമ്പോഴും ഇവിടെ പഠിച്ചാൽ ഡോളറുമായിട്ട് കറൻസി പെഗ്ഡാണ്, ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു, സെയിം റേറ്റ് നമുക്ക് കിട്ടും. ഇനി പുറത്തെവിടെയെങ്കിലും പഠിക്കുകയാണെങ്കിൽ അവിടെ ഡോളറിൽ സേവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നല്ല വാല്യൂ കിട്ടും. ഇനി ഇന്ത്യയിൽ പഠിക്കുവാണെങ്കിലും ഡോളറിന് നല്ല റേറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇന്ത്യയിലാണ് ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം വരും. അതിന് പല പരിമിതികളുണ്ട്. ചെറിയ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഒരു ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരമേ നമുക്ക് ഇന്ത്യയിലെ ഫണ്ടാണെങ്കിൽ, NRIയിലെ കാര്യമല്ല ഞാൻ പറയുന്നത്, ലോക്കൽ ഫണ്ടായി കിടക്കുന്ന ഫണ്ടാണെങ്കിൽ അതിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ലിബറലൈസ്ഡ് റെമിറ്റൻസ് സ്കീം പ്രകാരമേ പറ്റുകയുള്ളൂ. അതിന് RBIയുടെ അപ്രൂവൽ ആവശ്യമാണ്. 5% ടാക്സും കൊടുക്കുന്നുണ്ട്. ആസ് പെർ കറണ്ട് ലോ, എൻ്റെ അറിവ് വെച്ചാണ് ഞാൻ പറയുന്നത്. ലോസ് എപ്പോഴും ചേഞ്ച് ആവാം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരില്ല നമ്മൾ പ്രവാസി അയക്കുന്ന രാജ്യത്തോ ഡോളറിലോ മറ്റോ നമ്മൾ സേവ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ച അപ്പം മുതൽ നമ്മൾ സേവിങ്സിനുള്ളത് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ സാധിച്ചില്ലെങ്കിൽ എത്രയും നേരത്തെ തുടങ്ങുക. അതിനൊരു റൂൾ ഓഫ് തമ്പും ഉണ്ട്. ഏകദേശം ഒരു 5%, നിങ്ങളുടെ ഇൻകത്തിൻ്റെ ഏകദേശം 5% ഒരു കുട്ടിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ, അവർ ജനിക്കുമ്പോൾ തൊട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ അവരുടെ ഹയർ എഡ്യൂക്കേഷൻസ് ചെയ്യാൻ പറ്റും. എൻ്റെ പല ക്ലയൻസിനും അങ്ങനെ സാധിച്ചിട്ടുണ്ട്. എൻ്റെ പല ക്ലയൻസിൻ്റെ മക്കളൊക്കെ US ലും UK ലും ഒക്കെ പഠിക്കാൻ പോയ അതിനുവേണ്ടിയുള്ള എൻ്റെയർ സേവിങ്സ് എൻ്റെ അടുത്ത് സേവ് ചെയ്ത ഫണ്ട് കൊണ്ടാണ് അവർക്ക് സാധിച്ചത്. നമ്മൾ എപ്പോഴാണ് റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെൻഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു തുടങ്ങേണ്ടത്? അത് ഞാനത് പറയാം. അതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ ഏറ്റവും കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്നത് വീക്ക് ഡേയ്സിലാണോ അതോ വീക്കെൻഡിലാണോ? ഉറപ്പായിട്ടും വീക്കെൻഡിലാണല്ലേ? അതെ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളന്ന് ഫ്രീ ആണ്. നമ്മൾ ജോലിയിലല്ല. നമ്മൾ ജോലിയിലാണെങ്കിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തിരക്കിലായിരിക്കും. ഫ്രീ ആയിരിക്കുമ്പോൾ നമുക്ക് പല എൻ്റർടൈൻമെൻറ്റ്സും മറ്റ് പല കാര്യങ്ങളായിട്ട് നമുക്ക് ചിലവ് കൂടും. റിട്ടയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് റിട്ടയർമെൻറ്റ് ലൈഫ് എന്ന് വെച്ചാൽ അത് ഫുൾ വീക്കെൻഡ് മാത്രമാണ്. നമ്മൾ ജോലി ചെയ്യുന്നില്ല, നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ റിട്ടയർമെൻറ്റിന് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ സേവ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കഴിയുമെങ്കിൽ നമ്മൾ ജോലി തുടങ്ങുന്ന സമയം തൊട്ട് തന്നെ ഒരു സർട്ടൺ പോർഷൻ ഓഫ് നമ്മുടെ ഇൻകം നമ്മൾ റിട്ടയർമെൻറ്റിന് വേണ്ടി മാറ്റി വയ്ക്കേണ്ടത് ആവശ്യമാണ്. അതിനൊരു റൂൾ ഓഫ് തമ്പ് ഉണ്ട്. റൂൾ ഓഫ് തമ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഏകദേശം 8 ഗ്ലാസ് വെള്ളം കുടിക്കണം എന്ന് ഡോക്ടേഴ്സ് പറയുന്ന പോലെ തന്നെ. അത് 1 ഗ്ലാസ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ ഏകദേശം 20% നമ്മുടെ ഇൻകം നമ്മൾ ജോലി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം തൊട്ട് റിട്ടയർമെൻറ്റ് ഏജ് വരെ സേവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടയർമെൻറ്റ് ലൈഫ് നമുക്ക് ലഭിക്കും. നമുക്ക് നിലവിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. നമ്മൾ താമസിക്കുന്ന വീട്, നമ്മൾ യൂസ് ചെയ്യുന്ന വാഹനം, അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി എല്ലാം ഉണ്ടാവും. അത് നമ്മുടെ ഇൻകം കൊണ്ടാണ് നമുക്കതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ റിട്ടയർ ആവുന്ന ആ മൊമെൻറ്റിൽ നമ്മുടെ ഇൻകം സ്റ്റോപ്പ് ആവുകയാണ്. പിന്നെ എക്സ്പെൻസസ് മാത്രം മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യത്തക്ക രീതിയിൽ സെയിം ലെവലിൽ വിത്തൗട്ട് ഒരു സാക്രിഫൈസ് ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. അതിന് ആ രീതിയിൽ വേണ്ട പ്രൊവിഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ പറഞ്ഞ റൂൾ ഓഫ് തമ്പ് പ്രകാരം സേവ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ബിൽഡ് ചെയ്യാനും അത് വെച്ച് സുഖമായിട്ട് നമ്മുടെ ജീവിതകാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. അതിപ്പോൾ എല്ലാവരും റിട്ടയർമെൻറ്റിന് ശേഷം ഒരുപാട് യാത്രകൾ പോകാനും ലൈഫ് കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സമയമായിട്ടാണ് കരുതുന്നത്. പക്ഷെ പലപ്പോഴും പലർക്കും പറ്റാത്തത് എനിക്ക് തോന്നുന്നു വ്യക്തമായ ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ്. അതൊരു വലിയ ഫാക്ടറാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ നേരത്തെ തൊട്ട് യാത്രകളൊക്കെ പോയി തുടങ്ങണം. കാരണം ഇതിനകത്ത് മറ്റൊരു കാര്യങ്ങളുണ്ട്. അതായത് ഒരുപക്ഷെ നമ്മുടെ റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് ആരോഗ്യം വേണ്ടത്ര ഇല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അവിടെയും ഈ സേവിങ്സിന്റെ ആവശ്യമുണ്ട്. ആരോഗ്യം ഇല്ലെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഹെൽത്ത് നോക്കാനൊക്കെ. അതെ, കാരണം ഹെൽത്ത് കെയർ കോസ്റ്റ് ഒക്കെ വളരെ കൂടി വരും പ്രായമാവുന്ന അനുസരിച്ചിട്ട്. അപ്പോഴും നമുക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നമുക്ക് നടത്തി ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ, നമ്മുടെ മക്കളെയോ അല്ലെ മറ്റാരെയോ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് വളരെ സന്തോഷത്തോടെ നമുക്ക് നമ്മൾ ഒരു സാഹചര്യം നമുക്ക് നമ്മുടെ മക്കളെ ഡിപ്പെൻഡ് ചെയ്ത് വരും. നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒരു ആവശ്യം വന്നാൽ അങ്ങോട്ട് കൊടുക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എത്ര സന്തോഷകരമായിട്ടുള്ള ഒരു ലൈഫായിരിക്കും അത്. ശരിക്കും അതൊരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് അല്ലേ? സോ എന്തായാലും എല്ലാവരും വേഗം ഇപ്പം തന്നെ സേവ് ചെയ്ത് തുടങ്ങുക. വളരെ കറക്റ്റാണ്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ലൈഫ് ഇൻഷുറൻസിനുള്ള ഒരു ഇമ്പോർട്ടൻസ് എന്താ? അത് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്? ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് ലൈഫ് ഇൻഷുറൻസ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ. നമ്മളൊരു വീട് പണിയുമ്പോൾ നമ്മളൊരു മൂലക്കല്ലായിട്ട് നമ്മൾ വെക്കത്തില്ലേ, നമ്മൾ ബേസിക്കലി ഒരു ഫൗണ്ടേഷൻ നമ്മൾ ചെയ്യുമല്ലോ, തറക്കല്ലിടുമല്ലോ നമ്മൾ. അതുപോലെ ഇമ്പോർട്ടൻസ് ആണ് നമുക്ക് ലൈഫ് ഇൻഷുറൻസിനുള്ളത്. നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങളെല്ലാം നമ്മുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും
പോസിറ്റീവായിട്ട് പോകുന്ന സാഹചര്യത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നു, നമ്മുടെ സേവിങ്സൊക്കെ നടക്കുന്നു, കുട്ടികളുടെ പഠനം നടക്കുന്നു, നമ്മൾ സന്തോഷമായിട്ട് റിട്ടയർമെൻറ്റ് ലൈഫ് വരെ നമ്മൾ സുഖമായി നമ്മൾ ജീവിച്ചു, നമ്മൾ ഏൺ ചെയ്തു, സേവ് ചെയ്തു, ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ എല്ലാവരുടെയും ലൈഫ് അങ്ങനെയല്ല എൻഡ് ആവുന്നത്. ഏതൊരു സമയത്തും നമുക്ക് പെട്ടെന്നൊരു സീരിയസ് ആയ ഒരു അസുഖം വന്നിട്ടോ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ഇമോഷണലായി വലിയൊരു ഷോക്കാണ് ഫാമിലിക്കും ഒക്കെ ഉണ്ടാവുക. പക്ഷേ അത് മാത്രമല്ല, ഫിനാൻഷ്യലിയുള്ള ഷോക്ക് പലരും നമ്മൾ ചിലപ്പോൾ നമ്മൾ നോട്ട് ചെയ്യുന്നു വരത്തില്ല. അത് അനുഭവിക്കുന്ന ആ വീട്ടുകാരായിരിക്കും. എക്സാമ്പിളായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഥ തുടരുന്നു എന്നൊരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് ആ ആസിഫ് അലി മരിക്കുന്ന സാഹചര്യത്തിന് ശേഷം അവരുടെ ഫാമിലി സ്ട്രഗിൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ ഡിപ്പെൻഡൻസിയിലൊക്കെ ജീവിക്കേണ്ട സാഹചര്യം വരുന്നുണ്ടല്ലേ. പ്രത്യേകിച്ച് ഒരാൾ മാത്രമേ ഫാമിലിയിൽ ബ്രെഡ് വിന്നർ ഉള്ളെങ്കിൽ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ നമ്മൾ എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റും ആക്സിഡൻറ്റ് കാരണം ഒക്കെ മരിക്കുന്നു. അത് നമുക്കും സംഭവിക്കാം അല്ലേ. പക്ഷേ അത് സംഭവിച്ചാൽ നമ്മുടെ ഫാമിലി സ്ട്രഗിൾ ചെയ്യരുത്. അല്ലെങ്കിൽ ഒരു സീരിയസ് ഒരു അസുഖം, ഒരു കുഴപ്പമില്ലാതിരിക്കുന്ന ഒരു നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ളവർ പോലും ചിലപ്പോൾ പെട്ടെന്ന് മരിക്കുന്നു, എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടോ മറ്റോ ഒക്കെ. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ നമ്മുടെ ഫാമിലി നമ്മുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഫാമിലി നമ്മുടെ ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമല്ലോ ജീവിക്കുന്നത്. ആ ഇൻകം ഇല്ലാതാവുമ്പോൾ ഈ പറഞ്ഞ പോലെ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻ്റനൻസ് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. നമ്മൾ താമസിക്കുന്ന സാഹചര്യങ്ങളും ചിലപ്പോൾ മാറേണ്ടി വരും. കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ ചിലപ്പോൾ അഫോർഡബിൾ അല്ലാതാവും. അങ്ങനെ പല കാര്യങ്ങൾ, അതായത് നമ്മുടെ മക്കൾ ഏതെങ്കിലും പ്രൊഫഷണൽ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് ഫിനാൻഷ്യലി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഈ ലോകത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും എൻ്റെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതെ അവർ ഏറ്റവും സന്തോഷമായി ജീവിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ട് ലൈഫ് ഇൻഷുറൻസ് പ്ലാനിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ആഡിക്വേറ്റ് ആയിട്ടുള്ള കവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇമോഷണൽ ലോസിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഫിനാൻഷ്യലി ഉള്ള കാര്യത്തിന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു റൂൾ ഓഫ് തമ്പുണ്ട്. നമ്മുടെ ആനുവൽ ഇൻകത്തിൻ്റെ ഒരു 10 ടൈംസാണ് ഏകദേശം കവറേജ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അത്രയും കവറേജൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫാമിലിയുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഒരു സിംഗിൾ ബ്രെഡ് വിന്നർ ഫാമിലിയിൽ ഒരാൾ മാത്രം ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും 2 പേര് ഏൺ ചെയ്യുന്നുണ്ടെങ്കിലും ഒക്കെ ഇതിന് ഇൻകം ലോസ് ശരിക്കും ബാധകമാണ്. കാരണം ഒരാൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഇൻകം കൊണ്ടാണല്ലോ അവരുടെ ഫാമിലിയുടെ എക്സ്പെൻസസും മറ്റെല്ലാ കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് എന്താണെന്ന് പറഞ്ഞതിന് മുമ്പ് അതിൻ്റെ ഒരു ചരിത്രം പറയേണ്ടതായിട്ടുണ്ട്. ചെറുതായിട്ട് ഞാൻ ചുരുക്കി പറയാം. സൗത്ത് ആഫ്രിക്കയിലെ ഒരു കാർഡിയക് സർജനാണ് മരിയോസ് ബെർണാഡ്. അദ്ദേഹം ആണ് ഈ ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് ഇൻവെൻറ്റ് ചെയ്യുന്നത്. കാരണം അദ്ദേഹം സർജറി ചെയ്ത പല പേഷ്യൻസും ഇപ്പോഴത്തെ മെഡിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഒക്കെ കാരണം മരിക്കുന്നുണ്ടായില്ല. പക്ഷേ കുറേ നാളുകൾ അവരുടെ ജോലിയിൽ നിന്നും അവരുടെ ബിസിനസ്സിൽ നിന്നൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. കാരണം ഇതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ റിക്കവറി ഫേസൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഇൻകം ഇല്ല. അപ്പോൾ അവർ മരിച്ചിരുന്നെങ്കിൽ അവർ ഇൻഷുറൻസ് പേ ഔട്ട് ചെയ്ത് അവർ ഫാമിലിക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അവർ ജീവിച്ചിരിക്കുന്നു, പക്ഷേ ഇൻകം ഇല്ല. അപ്പോഴാണ് അദ്ദേഹം ഇൻവെൻറ്റ് ചെയ്തത് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ ഒരു ഇൻഷുറൻസ് ഇൻവെൻറ്റ് ചെയ്തത്. അതായത് മേജറായ ഏതെങ്കിലും അസുഖങ്ങൾ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, ക്യാൻസർ, അങ്ങനെയുള്ള ലിസ്റ്റ് ഉണ്ടാവും. ആ ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ ഒരു ലംസം എമൗണ്ട് നമുക്ക് തന്നെ പേ ഔട്ട് ചെയ്യുന്ന ഒരു ഇൻഷുറൻസാണ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് പറയുന്നത്. അത് പല ആൾക്കാരും അതിനെ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ചിലപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് കമ്പയർ ചെയ്ത് ചിലപ്പോൾ സെയിം ആണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. മെഡിക്കൽ ഇൻഷുറൻസ് വെച്ചാൽ നമുക്ക് ബേസിക്കലി ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സിന് വേണ്ടി ഏതർ ഡയറക്റ്റ് ബില്ലിങ്ങോ അല്ലെങ്കിൽ റീഇംബേഴ്സ്മെൻറ്റോ കിട്ടുന്നതാണ് മെഡിക്കൽ ഇൻഷുറൻസ്. ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് വെച്ചാൽ നമ്മുടെ ഈ ലിസ്റ്റിലുള്ള ഇൽനെസ്സസിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഒരു വലിയ ലംസം എമൗണ്ട് നമുക്ക് തന്നെ പേ ഔട്ട് ചെയ്യുന്നതാണ് ക്രിട്ടിക്കൽ ഇൽനെസ് ഇൻഷുറൻസ് പറയുന്നത്. അപ്പോൾ അതുണ്ടെങ്കിൽ ഒരാൾക്ക് സമാധാനത്തോടെ, പലപ്പോഴും ഒരു സീരിയസ് അസുഖം വരുന്ന സമയത്ത് ആൾക്കാർക്ക് അത് റിക്കവർ ആവുന്ന സമയത്തിനിടയ്ക്ക് തന്നെ വലിയ ടെൻഷനാണ്, ഫിനാൻഷ്യൽ ടെൻഷൻ. കാരണം അവരുടെ മാസത്തെ കമ്മിറ്റ്മെൻറ്റ്സ് എല്ലാം മുമ്പിലുണ്ടാവും. നമുക്ക് സീരിയസ് അസുഖമാണെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റി ബില്ലോ അല്ലെങ്കിൽ റെൻറ്റോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫീസോ മറ്റുള്ള ചിലവുകളൊന്നും മാറി നിൽക്കുന്നില്ല. അതിനൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫണ്ടാണ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇൻഷുറൻസ് കമ്പനി ക്രെഡിറ്റ് ചെയ്യുന്ന സംഭവമാണ്. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാം. നമുക്കത് അല്ലാതെ നമുക്ക് എന്തെങ്കിലും ഒരു റെസ്ട്രിക്ഷൻസ് അതിനുണ്ട് ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഈ അടുത്ത് ഞാൻ ഒരു ഗ്ലോബൽ ഇൻ്റർനാഷണൽ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ചീഫ് അണ്ടർ റൈറ്ററുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാൻ എനിക്ക് സാധിച്ചു. അപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്
അവർ ക്ലെയിം കൊടുത്ത ക്ലയൻസ് കഴിഞ്ഞ 3 വർഷത്തെ അവരുടെ ക്ലെയിം ഹിസ്റ്ററി സംസാരിക്കുകയുണ്ടായി, അതിനെപ്പറ്റി പറയുകയുണ്ടായി. അപ്പോൾ അതിൽ കഴിഞ്ഞ 3 വർഷം ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം അവർ കൊടുത്തവരുടെ ആവറേജ് ഏജ് എന്ന് വെച്ചാൽ 51 മാത്രമാണ്. അതുപോലെ ക്രിട്ടിക്കൽനെസ് കവറേജ് കൊടുത്ത് പേ ഔട്ട് ചെയ്ത ആൾക്കാരുടെ 50 വയസ്സാണ് ആവറേജ് ഏജ്. അവർ ക്ലെയിം കൊടുത്തവരുടെ കാര്യം പറയുന്നത്, അല്ല ഓവറോൾ അല്ല പറയുന്നത്. അവർ ക്ലെയിം വന്ന ക്ലയൻസിൻ്റെ ഏജ് ആവറേജ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ തന്നെ പുരുഷന്മാർക്ക് ഏറ്റവും കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് കാർഡിയോ വാസ്കുലർ ഡിസീസസ് ആണ്. ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അങ്ങനെയൊക്കെയുള്ളവയാണ്. സ്ത്രീകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസേഴ്സ് ആയിരുന്നു. ബ്രസ്റ്റ് ക്യാൻസർ, അങ്ങനെയൊക്കെയുള്ള തൈറോയ്ഡ് ക്യാൻസർ, അങ്ങനത്തെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടത് ക്രിട്ടിക്കൽനെസ് ക്ലെയിംസിൽ. അവരുടെ ഡെത്തിലും ഇതൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുക, നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, എല്ലാം പറ്റുമെങ്കിൽ 30 മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുക, പല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഓർഗാനിക്കായ ഭക്ഷണം കഴിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക്. പക്ഷേ റെഡ് മീറ്റൊക്കെ കുറയ്ക്കുക ഉണ്ട്. പക്ഷേ ഇതെല്ലാം ചെയ്താൽ പോലും പലർക്കും അസുഖങ്ങൾ വരുന്നുണ്ട്, സീരിയസ് അസുഖങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇതിനെതിരെ ഗാമ്പിൾ ചെയ്യാൻ നിൽക്കാതെ, ഗാമ്പിൾ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ ഒരാളുടെ ലോട്ടറി എടുക്കുമ്പം ഒരു ലോട്ടറി എടുത്താൽ 1 ലക്ഷത്തിൽ 1 ചാൻസൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ നമുക്കതിൻ്റെ പ്രൈസ് അടിക്കാൻ വേണ്ടി. പക്ഷേ ഈ ക്രിട്ടിക്കൽനെസ്സുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം 2-ൽ ഒരാൾക്ക് ഏജ് 60-നുള്ളിൽ ക്രിട്ടിക്കൽനെസ് ഏതെങ്കിലും ഒന്ന് വരാനുള്ള സാധ്യതയുണ്ട്. മെയിൻലി ഹാർട്ട് അറ്റാക്ക്, അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ്, അല്ലെങ്കിൽ ക്യാൻസറൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അത് 2-ൽ ഒരാൾക്ക് റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 2 പേരും ഇരിക്കുമ്പോൾ 2-ൽ ഒരാൾക്ക് ഇത് 60 വയസ്സുമ്പോൾ റിസ്ക് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളത് ഓക്കെ എനിക്ക് വരില്ലായിരിക്കും എന്ന് ചിന്തിക്കുന്നതിനേക്കാളും ആ കവറേജ് എടുത്തുകൊണ്ട് അതിനെ ആ ഒരു സാഹചര്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സീരിയസ് അസുഖം വന്നാലും നമുക്ക് റിക്കവറിക്കുള്ള സാധ്യതയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഫിനാൻഷ്യലി നമ്മുടെ കുടുംബം ബുദ്ധിമുട്ടത്തില്ല. നമ്മുടെ എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ആ സമയത്ത് തന്നെ. നമ്മുടെ ലൈഫിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്, ഇൻഷുറൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് സക്സസ് ആവാൻ പറ്റുമല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൂടെ വറി ഫ്രീ ആവും. ഇതൊന്നും നമ്മൾ ഈ പ്ലാൻസൊക്കെ നമ്മൾ ഈ ഓരോ പ്രൊവിഷൻസ് ഉണ്ടാക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ എല്ലാവരുടെയും ടെൻഷൻ എന്താണ്, നമുക്ക് നമ്മുടെ ഭാവി എന്താവും, ഫ്യൂച്ചറിൽ നമ്മുടെ മക്കളുടെ നമുക്ക് അവരെ നല്ല നിലയിലാക്കാൻ പറ്റുമോ, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ സാധിക്കുമോ, നമ്മൾ ഭാവിയിൽ നമ്മുടെ റിട്ടയർമെൻ്റ് ആകുമ്പോൾ നമുക്ക് ഫണ്ട് ഉണ്ടാകുമോ ജീവിക്കാൻ വേണ്ടി, അതോ അത് തീർന്നു പോകുമോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം മെയിനായിട്ട് നമ്മളിപ്പോൾ പറയും 2 റിസ്ക്കാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ പേഴ്സണൽ ലൈഫിനെ. കുട്ടികളൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലിയുടെ എക്സ്റ്റൻഷൻ ആണല്ലോ. പൊതുവേ എല്ലാ മനുഷ്യരും ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലിവിങ് ടു ലോങ്, മറ്റൊന്ന് ഡൈയിങ് ടു സൂൺ. അതായത് നമ്മൾ ഒത്തിരി നാൾ ജീവിച്ചിരുന്നാൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പണമെല്ലാം തീർന്നു പോയാൽ നമ്മുടെ സേവിങ്സിനെ ഔട്ട്ലിവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫിനാൻഷ്യലി ബുദ്ധിമുട്ടാവും. അത് പലർക്കും ഉള്ള കൺസേൺ ആണ്. അതുപോലെ മറ്റൊന്നാണ് ഡൈയിങ് ടു സൂൺ. അതായത് നമ്മൾ പെട്ടെന്ന് മരിച്ചു പോയാൽ, എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മരിച്ചു പോയാൽ നമ്മുടെ ഫാമിലിക്ക് ഫിനാൻഷ്യലി അതിനൊരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ 2 കാര്യങ്ങൾക്കും വേണ്ട പ്രൊവിഷൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ബേസിക്കലി നമുക്ക് കുറച്ച് സക്സസ്ഫുള്ളായ ഫിനാൻഷ്യൽ ലൈഫ് നമുക്ക് നയിക്കാൻ സാധിക്കും. ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടിങ് ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരുപാട് പ്ലാനിങ്ങിൽ ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ബിസിനസ്സുകാരെ സഹായിക്കാൻ പറ്റുക? ബേസിക്കലി നമ്മൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല കേസിലും നോക്കുമ്പോൾ ഒരു ജനറേഷൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അടുത്ത ജനറേഷൻ അതിൻ്റെ ബെനിഫിറ്റൊക്കെ കുറച്ച് എൻജോയ് ചെയ്യുന്നു, അതിൻ്റെ അടുത്ത ജനറേഷൻ ആവുന്നതിനുള്ള മിക്കവാറും ആ ബിസിനസ് ക്ലോസ് ആയി പോകുന്ന സാഹചര്യങ്ങൾ നമുക്ക് പലയിടത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒരു കറക്റ്റായിട്ടുള്ളൊരു സ്ട്രാറ്റജീസ് പലപ്പോഴും ഇല്ലാത്തതാണ് ഇവിടെ പ്രശ്നമായി മാറുന്നത്. ക്യാഷ് ഫ്ലോ ഒക്കെ പോലത്തെ കാര്യങ്ങളും ഒക്കെ മിസ്മാനേജ്മെൻ്റ് ഒക്കെ ഉണ്ട്. പക്ഷേ അതിനകത്ത് എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നത് അവരുടെ ബിസിനസ്സിലെ പ്രോഫിറ്റിൻ്റെ ഒരു സർട്ടൺ പോർഷൻ അവർ ബിസിനസ്സിൽ നിന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഡോണ്ട് പുട്ട് ഓൾ യുവർ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയും. കാരണം എല്ലാ മുട്ടകളും ഒരുമിച്ചിരിക്കുകയാണെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ബിസിനസ്സിൽ തന്നെ പൊതുവെ ബിസിനസ്സുകാർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ബിസിനസ്സിൽ നിന്നുള്ള പ്രോഫിറ്റെല്ലാം അതിൽ തന്നെ റീഇൻവെസ്റ്റ് ചെയ്യും. ഏതർ പുതിയ ബ്രാഞ്ചസ് അവർ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ പുതിയ ബ്രാൻഡ്സ് അവർ ലോഞ്ച് ചെയ്യും, എക്സ്പാൻഡൊക്കെ ചെയ്ത് അതിൽ തന്നെ ആയിരിക്കും ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോകുന്നത്. കാരണം അവർ വളരെ കോൺഫിഡൻ്റ് ആണ്, നന്നായി ബിസിനസ് പോകുന്നു. പക്ഷേ സാഹചര്യങ്ങൾ എപ്പോഴാണെങ്കിലും മറിയാം. ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് കോവിഡ് ടൈമിൽ ബിസിനസ്സുകളൊക്കെ പലയിടത്തും ക്ലോസ് ഡൗൺ ആയി കിടന്നു. നന്നായി പോയിക്കൊണ്ടിരുന്ന പല ബിസിനസ്സുകളും അതോടുകൂടി ഷട്ട് ഡൗൺ ചെയ്യേണ്ട സാഹചര്യം വന്നു.
എന്നാൽ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് കുറച്ച് ഫണ്ടൊക്കെ അതിൽ നിന്ന് മാറ്റി സെപ്പറേറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാർ എൻ്റെ ക്ലയൻസിൽ തന്നെ എനിക്കറിയാം. അങ്ങനെ ചെയ്തിട്ടുള്ള പലർക്കും ഒരു ബുദ്ധിമുട്ടും പേഴ്സണൽ ക്യാഷ് ഫ്ലോയ്ക്കോ ബിസിനസ് ക്യാഷ് ഫ്ലോയ്ക്കോ ഉണ്ടായിട്ടില്ല. അവർക്ക് ആ ഫണ്ട്സ് ഉള്ളതുകൊണ്ട് അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നന്നായി മാനേജ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതൊരു ഫാക്ടറാണ്. പിന്നെ അതുപോലെ തന്നെ കമ്പനിയിലെ കീ പേഴ്സൺസ് ഉണ്ടാവും, നമ്മുടെ നമ്മുടെ ഡയറക്ടേഴ്സ്, അതുപോലെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റായ എംപ്ലോയീസ് ഉണ്ടാകും. അവരായിരിക്കും ബിസിനസ് ഏറ്റവും നന്നായി നടത്തിക്കൊണ്ട് പോകുന്നത്. അവർക്കൊക്കെ അവരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ അവരെ ഇൻഷുർ ചെയ്യേണ്ടത് ആവശ്യമാണ്. കാരണം നാളെ അവർക്ക് പെട്ടെന്നൊരു ഡെത്ത് സംഭവിച്ചു, ആക്സിഡൻറ്റ് സംഭവിച്ചു, അല്ല ഇൽനെസ് വന്നു, അത് കാരണം അവരില്ലാതായാൽ ഒരുപക്ഷെ നമ്മുടെ ബിസിനസ്സിനെ വല്ലാതെ അത് അഫക്റ്റ് ചെയ്യും. ചിലപ്പോൾ ചില വെൻഡേഴ്സുമായിട്ടോ കമ്പനീസുമായിട്ടൊക്കെ ഇവരായിരിക്കും ഡീൽ ചെയ്യുക, അല്ലെങ്കിൽ ബാങ്ക്സുമായിട്ട് അവരായിരിക്കും ഡീൽ ചെയ്യുക. ഈ ആളില്ല എങ്കിൽ ചിലപ്പോൾ ഇവരൊക്കെ നമ്മുടെ കോമ്പറ്റീറ്ററുടെ അടുത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ബാങ്ക്സ് ഫെസിലിറ്റീസ് കൊടുക്കാതാവാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവുന്ന വരത്തേക്ക് വേണ്ടി നമുക്ക് ക്യാഷ് ഫ്ലോയ്ക്കൊന്നും പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി അവരെ ഇൻഷുർ ചെയ്യേണ്ട ആവശ്യമാണ്. അതുപോലെ ബിസിനസ് ഓണേഴ്സിനും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് റിട്ടയർമെൻറ്റിനുള്ള ഫണ്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക, അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സേവിങ്സ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾ 2035 ഒരു ഹയർ എഡ്യൂക്കേഷൻ ഒരു പ്രൊഫഷണൽ ഡിഗ്രിക്ക് വേണ്ടി പോകുന്ന ടൈമിൽ ബിസിനസ് മോശമാണ്, അതുകൊണ്ട് മോനെ നീ ഈ വർഷം പോകണ്ട, അടുത്ത വർഷം എഡ്യൂക്കേഷൻ നമുക്ക് തുടങ്ങാമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അവരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഫിനാൻഷ്യൽ പ്ലാനിങ് നീഡ്സിന് വേണ്ടി ഫണ്ട് മാറ്റി വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടല്ലേ. ഇപ്പൊ 19 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് താങ്കൾക്ക്. അതെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് സാധാരണക്കാർ താങ്കളുടെ അടുത്തേക്ക് വന്നാൽ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക? ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വൺ ടൈം ഒരു ഈവൻ്റ് അല്ല, അതൊരു ജേണിയാണ്. ഞാനും എൻ്റെ ക്ലയൻസുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുന്നൊരു യാത്രയാണ് അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യുന്നവരെ. അപ്പം അത് ബേസിക്കലി അപ്പോൾ അതിനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക, അതാണ് എനിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇത് എനിക്ക് കേവലം ഒരു പ്രൊഫഷൻ മാത്രമല്ല, ഇതിൻ്റെ ഒരു പാഷനോടാണ്. കാരണം ഞാനിത് വളരെ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവർക്ക് അഡ്വൈസ് കൊടുക്കുക. അതേപോലെ ഞാൻ മുമ്പ് പറഞ്ഞില്ല എൻ്റെ ചില ക്ലയൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ, അങ്ങനെ പല ക്ലയൻസിൻ്റെ കേസസ് ഉണ്ട്. അവർക്ക് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷനുള്ള ഫുൾ ഫണ്ടിങ് എൻ്റെ അടുത്തുള്ള സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് നടന്നു. അതേപോലെ തന്നെ പെൻഷൻ റെഗുലറായി ലൈഫ് ടൈം കിട്ടുന്ന ക്ലയൻസ് ഉണ്ട് അതിൻ്റെ റിട്ടയർമെൻറ്റിന് ശേഷം. അപ്പോൾ അവരുടെയൊക്കെ സന്തോഷം, അവർക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചു. അതിലെനിക്ക് എനിക്ക് വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇതെനിക്കൊരു പാഷനോടാണ്. പിന്നെ അതുകൂടാതെ ഞാൻ വരുന്നത് ഒരു ടീച്ചേഴ്സ് ഫാമിലിയിൽ നിന്നാണ്. എൻ്റെ പേരൻസും ഗ്രാൻഡ് പേരൻസും ഈവൻ എൻ്റെ സിസ്റ്ററും ഒക്കെ ടീച്ചേഴ്സാണ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഒരു ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ പറ്റി, അവർക്ക് അവയർനെസ് ഉണ്ടാക്കുക, അവർക്ക് അഡ്വൈസ് കൊടുക്കുക, അതൊക്കെ എനിക്ക് അതെൻ്റെ ബ്ലഡിലുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ഞാൻ വളരെ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു താല്പര്യം വെച്ചാണെങ്കിൽ എൻ്റെ ഒരു അവസാന ശ്വാസം വരെയും, അല്ലെങ്കിൽ അവസാനത്തെ ഹൃദയമിടിപ്പ് വരെയും ഈ ഒരു പ്രൊഫഷനിൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം കാരണം അത് അത്രത്തോളം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ, അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ആ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തുകൊണ്ട്, അവരുടെ ആ ഫേവറേറ്റായ ആർട്സോ അല്ലെങ്കിൽ സ്പോർട്സോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്നൊരു സാഹചര്യങ്ങളല്ല, അതുപോലെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതുപോലെ ഈ പ്രൊഫഷൻ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതെ, അപ്പോൾ ഫിനാൻഷ്യലായിട്ട് നമ്മളൊരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ആവാൻ പറ്റൂ എന്നുള്ളത് 100% ഷുവറാണെന്ന് ഈ ഒരു കുറച്ച് സമയം ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഡൗട്ട്സ് നിങ്ങൾക്കും ഉണ്ടാവും. അപ്പോൾ ടൈറ്റസ് ജോൺസനെ സമീപിച്ചാൽ മതി അല്ലേ? ഇനി എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ, എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും ഇവിടെ താങ്കൾ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്.